Hello friends, welcome back to this new concept of Tech Flora. I am Bintu Joseph from Kozhikode. ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ചെടിയും പുതിയൊരു ഫ്രൂട്ടും പരിചയപ്പെടുത്താനാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ വന്നിരിക്കുക. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് അഥവാ മിറാക്കിൾ ബെറി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡയബറ്റിക് പേഷ്യൻസിൻ്റെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വെയിറ്റ് ലോസ് ആവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കീമോതെറാപ്പിക്ക് ശേഷം ഉണ്ടാകുന്ന റിലേറ്റഡ് ടേസ്റ്റ് ഡിസ്റ്റർബൻസസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇതിൻ്റെ പെർട്ടിക്കുലർ ഇത് മിറാക്കുലസ് അല്ലെങ്കിൽ മിറാക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ബീൻ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ബെറി ഇത് ഏറ്റവും പഴുത്തതാണ്. ഇതിനൊരു സവിശേഷതയുണ്ട്. ഇത് നമ്മൾ വായിലിട്ട് ഒന്ന് നുണഞ്ഞിറക്കി കഴിഞ്ഞാൽ അതിനകത്ത് സീഡുണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് വായിലിട്ട് നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കഴിക്കുന്ന ഒരു മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്ക് കഴിക്കുന്ന എത്ര പുളിപ്പുള്ള സാധനവും നല്ല സ്വീറ്റായിരിക്കും. അതാണ് ഇതിൻ്റെ മിറാക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സവിശേഷത ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് ഒരു ഷേബ് ഐറ്റം അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയായിട്ട് വളർത്താം. വീടിനകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നുണ്ട്, മുറ്റത്ത് അലങ്കരിക്കാനായിട്ട് വളർത്തുന്നുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ടിന് ഇത്തരം സവിശേഷതകളുണ്ട്. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബെറി എൻ്റെ കയ്യിലുണ്ട്. അതിനു മുമ്പ് നമ്മളുടെ സോർ അല്ലെങ്കിൽ ഇത് ലെമണാണ്. ഇത് നമ്മുടെ വായിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് നോക്കാം. നമുക്ക് ആർക്കും കഴിക്കാനാവില്ല. ഇനി നോക്കാം ഈ ബെറി നമ്മൾ വായിലിട്ടതിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥാഭേദം എന്താണെന്ന്. ഇതാണ് ഇതിൻ്റെ കുരു. ഈ സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് കായ ഉണ്ടാക്കാം. 2 വർഷം വേണം ഇത് കായ അല്ലെങ്കിൽ ഈ പ്ലാന്റ് കായ്ച്ച് കിട്ടാനായിട്ട്. നമുക്ക് 2 വർഷം പ്രായം എടുക്കും. ഇനി നോക്കാം, നമുക്ക് ഇത് കുഴിച്ചിട്ടാൽ മതി. നോക്കാം, ഇതാണ് ലെമൺ. സൂപ്പർ ടേസ്റ്റാണ്. ഓറഞ്ചിനേക്കാൾ മധുരമാണ്. എത്ര പുളിയുള്ള സാധനവും നമുക്കൊരു 2 മണിക്കൂർ നേരം, 1 മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം, 1 മണിക്കൂർ എന്തായാലും ഈ ടേസ്റ്റ് നമ്മുടെ വായിലുണ്ടായിരിക്കും. സൂപ്പറാണ്. ഈ മിറാക്കിൾ നിങ്ങൾ ഓരോരുത്തർ അനുഭവിച്ചറിയുക. ഇത് ഉദ്യാന ചെടിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയും. ഈ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്താൻ കഴിയും. ഇതിന് ഇത്ര മെഡിസിനൽ വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പ്രചാരത്തിലേറിയിട്ടുണ്ട്. ഇത് വെസ്റ്റ് ആഫ്രിക്കൻ പ്ലാന്റ് ആണ്. അത് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഈ ചെടി നിങ്ങളുടെ മുറ്റത്തും ഇത് വളർത്തുക. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് ഓരോരുത്തരും സ്വയം തിരിച്ചറിയുക. ഇതിൻ്റെ തൈ ഓൾമോസ്റ്റ് എല്ലാ നഴ്സറികളിലും അവൈലബിൾ ആണ്. മിറാക്കിൾ ഫ്രൂട്ടിന് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഗ്രോ ബാഗിൽ വളർത്താം, അല്ലെങ്കിൽ നിലത്ത് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് ചെയ്യാം. ഞാൻ സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ ഇതിനും അതേ രീതിയിൽ തന്നെയാണ്. കുഴിയെടുക്കുന്നു, അടിയിൽ മണ്ണും മണലും ചാണകപ്പൊടി എല്ലുപൊടി കൂടി മിക്സ് ചെയ്ത മടിയിൽ ഇട്ട് കൊടുക്കുന്നു. കൂട് കീറിയിട്ട് ഗ്രോ ബാഗ് കീറിയിട്ട് കുഴിക്കകത്ത് വെച്ച് കൊടുക്കുന്നു. ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം എന്താണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ചാണകപ്പൊടി, മണ്ണ്, മണൽ, എല്ലുപൊടി മിക്സ് ചെയ്ത് വെച്ച് ആ സൈഡിലൂടെ ഇതും നിറച്ച് കൊടുക്കുന്നു. എന്നിട്ട് നല്ല വെയിലുള്ളിടത്ത് വെക്കുക. ഓൾമോസ്റ്റ് കേരളത്തിൽ ഇത് സമ്മർ സീസണിലാണ്, വേനൽക്കാലത്താണ് ഇതിനകത്ത് കായ ഉണ്ടായി കാണുന്നത്. എങ്കിലും കേരളത്തിൽ ഒട്ടുമിക്ക സമയത്ത് ഇതിനകത്ത് കായ കണ്ടുവരുന്നുണ്ട്. ഇത് 2 വർഷമായി പ്ലാന്റാണ്. ഇതിനകത്ത് ഇപ്പോൾ പ്ലാന്റിന് നിറയെ പൂത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് കായുണ്ട്. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു മിറാക്കിൾ ഫ്രൂട്ട്, ഒരു പ്ലാന്റ് വളർത്തി ഇതിൻ്റെ ആ മിറാക്കിൾ എന്താണെന്ന് ഓരോരുത്തർ അനുഭവിച്ചറിയുക. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.